ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 5ാം ക്ലാസ്സിലെ എ ഫ്രണ്ട് എന്ന ചാപ്റ്ററാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞത്? യു മേ ഹാവ് മെനി ഫ്രണ്ട്സ്, ഹാവിൻ യു? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. അപ്പോൾ നമ്മളെന്താ, നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ആ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇഷ്ടമുള്ള കാര്യം എന്താണ്? അവരെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് അവരിൽ ഇഷ്ടമുള്ളത്? എന്നിട്ട് നമുക്ക് ഇനി ട്രൂ ഫ്രണ്ടിനെ, യഥാർത്ഥത്തിൽ ഒരു ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു പോയം വായിക്കാമെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. He comes by chance but stays by choice. Your praises he is quick to voice. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്, ഒരു ഫ്രണ്ട് എന്താണ്, നമ്മൾ എന്ത് വിഷമമുണ്ടായാലും, ഗ്രീഫ് എന്ന് വെച്ചാൽ സാഡ്നെസ് ആണ്, എന്ത് വിഷമമുണ്ടായാലും എന്ത് സന്തോഷം ഉണ്ടായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരാളാരാണ്? നമ്മുടെ ഫ്രണ്ടാണ്. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. ഈ ഫ്രണ്ട് വരുന്നത് യാദർശികമായിട്ടാണ് നമ്മളെ ഫ്രണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. എന്നിട്ട് ഫ്രണ്ടിൻ്റെ ഇഷ്ടത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്നു. യുവർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയിസ്. നമ്മൾ ഫ്രണ്ടിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ്, ഫ്രണ്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് അവർക്കും അത് ഇഷ്ടമാവും അല്ലേ? അപ്പോൾ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു, നമ്മൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമാവുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോകുമ്പോൾ എന്താണ്? നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിങ് ഹിം can make an enemy of him, and though your need be great or small, his strength is yours throughout it all. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? അതായത് ഇപ്പോൾ നമ്മളും ഒരു ഫ്രണ്ടും തമ്മിൽ പല കാരണങ്ങൾ, ഇപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ല ഫ്രണ്ടിൻ്റെ ഇഷ്ടം, അതുപോലെ തന്നെ ഇപ്പോൾ ദേഷ്യങ്ങൾ ഇതൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ എന്തായി മാറാം, അത് ചിലപ്പോൾ അത് ഫ്രണ്ട് ചിലപ്പോൾ നമ്മുടെ എനിമി ആയിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അതെ. അപ്പോൾ ആൻഡ് ദോ യുവർ നീഡ് ബി ഗ്രേറ്റ് ഓർ സ്മോൾ. ഇപ്പോൾ നമുക്കൊരു ആവശ്യമുണ്ട്, അത് വലിയൊരു ആവശ്യമാവട്ടെ ഒരു കുഞ്ഞൊരു ആവശ്യമാണെങ്കിൽ കൂടി എന്താണ്, ഹി സ്ട്രെങ്ത് ഈസ് യുവേഴ്സ് ത്രൂ ഔട്ട് ഇറ്റ് ഓൾ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ആവശ്യം നേടാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ആര് തരുന്നു? നമ്മുടെ ഫ്രണ്ട് തരുന്നു. പാരഗ്രാഫ് എന്താ? നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ, യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി, ഹി പ്രേസ് യുവർ ട്രിംഫ് സൂൺ ടു സീ. അതായത് നമ്മളിപ്പോൾ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല, അതായത് നമ്മുടെ ലൈഫ് ഏത് പാത്താണ് പോകുന്നത് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ഫ്രണ്ട് എന്ത് പറയും, നമ്മുടെ ഫ്രണ്ടിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ നല്ലത് വരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഡ്രീം എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ വലുതാകുമ്പോൾ ഇപ്പോൾ ടീച്ചറാവോ ഡോക്ടറാവോ അതെന്താണ് നമ്മുടെ ഡ്രീം എന്നറിയില്ല. പക്ഷേ ഫ്രണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫ്രണ്ട് പ്രാർത്ഥിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് എന്താ? ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ tell, but what it is your friends as well. The life of him who has a friend is double guarded to the end. അപ്പോൾ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ, നമ്മുടെ നാവിന് അത് പറയാൻ പറ്റാത്ത ഒരു ആഗ്രഹവും ഇല്ല. ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ, അത് നിങ്ങളുടെ സുഹൃത്തിൻ്റെയും കൂടി ആണെങ്കിലോ എന്ന് പറയുന്നുണ്ട്. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട്, അതായത് ഒരു സുഹൃത്തുള്ള ഒരാളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താ എപ്പോഴും ഇരട്ടയായിരിക്കും എന്ന് പറയുന്നത്. ഡബിൾ ഗാർഡൻ ആണല്ലേ, നമ്മളും നമ്മളെ സുഹൃത്തും എന്ന് പറയുന്ന ഒരു ഡബിൾ ഗാർഡൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ എ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.